അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും എക്സൈറ്റഡ് ആണ്. നമുക്കറിയാം സിനിമ ഓരോ ദിവസവും വളരെ കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡ് മാത്രമല്ല, എല്ലാവരും ആകാംക്ഷപൂർവ്വം ഇന്നത്തെ കാലത്ത് ഒരുപാട് വിമർശനങ്ങളും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്നൊരു ഫീൽഡുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പാട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരെങ്ങനെ എടുക്കും എന്ന് ഞങ്ങൾക്കും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവർ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ. ഒരു ഫുൾ പാക്ഡ് സിനിമയാണ്. ഞങ്ങളെപ്പോഴും പറയും, ഇതിനകത്ത് ചെറിയൊരു ചിലവിൽ ഉണ്ടാക്കിയ ഒരു സിനിമയാണെങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പോൾ തന്നെ അഖിൽ പറഞ്ഞു കഴിഞ്ഞു, 3 ഫൈറ്റുണ്ട്, അതുപോലെ 2-3 സോങ്സ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, എല്ലാം കൂടെയുള്ളൊരു ഫുൾ പാക്ക് സിനിമയാണ്. പക്ഷേ ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഈ സിനിമ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫലം സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മനോഹരമായ 2-3 പാട്ടുകൾ അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് അതിന് കൂടുതലുള്ളത് കണ്ണൂർ ഇരട്ടിക്കാരുടെ ഒരു കൂട്ടായ്മയുടെയും സ്നേഹ കൂട്ടായ്മയുടെയും ഒരു പടം കൂടിയാണ്. ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഇരട്ടിക്കാരുടെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം കണ്ണൂരിൽ നിന്ന് ഒത്തിരി പേർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒരു പടം നിങ്ങൾ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പാട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ അന്ന് നിറഞ്ഞ സപ്പോർട്ട് തരണമെന്നും കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്കുണ്ടാകണം. സംഗീതം ഞങ്ങൾ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ബാക്കിയൊക്കെ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. താങ്ക് യു. മുള്ളൻകൊല്ലി സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ആദ്യം വളരെ സന്തോഷമുണ്ട്. ഇതിലേക്ക് എന്നെ എത്തിക്കുന്നത് ആസാദിക്കയാണ്. ഇതിൻ്റെ ടൈറ്റിൽ സോങ്ങും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈറ്റിൽ മുതൽ എൻഡ് ടൈറ്റിൽ വരെ ഫുള്ള് ത്രില്ലിങ് എലമെൻറ്റിലുള്ള മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും പിന്നെ ആ ഒരു എലമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ശ്രമിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. പിന്നീട് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുക. എന്തായാലും വളരെ അധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് മൂവിയാണ്. അതിൻ്റേതായ എല്ലാ ടെൻഷനും കൂടി തുടങ്ങിയിട്ടും നല്ലൊരു ടീമായിരുന്നു. ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമായിരുന്നു. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും സിനിമയോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ചെറിയൊരു പാർട്ടായിട്ടാണെങ്കിലും വലിയൊരു പാർട്ടായിട്ട് നിൽക്കാനാണെങ്കിലും അത് ഈ മൂവിയിൽ ഉടനീളം ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ഓൾ മൈ ടീം. ഇനിയെല്ലാം നിങ്ങളുടെ എല്ലാം കയ്യിലാണ്. സപ്പോർട്ട് ഇതൊക്കെ റിലീസിൻ്റെ സമയത്തും കാണുന്ന ടൈമിലുണ്ടാവണം. താങ്ക് യു. And now let's welcome Krishnapriya. ഹായ്. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ഫസ്റ്റ് മൂവിയാണ്. എല്ലാവരും എൻ്റയർ ക്രൂ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ഡയറക്ടർ സാറായാലും പ്രൊഡ്യൂസർ, പിന്നെ ക്യാമറ എൽവൻ സർ, കൃഷ്ണമുരളി അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഭയങ്കര സപ്പോർട്ടീവായ ഒരു ക്രൂ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് മൂവി ആയതുകൊണ്ട്. പക്ഷേ എല്ലാവരും ഇത് ഞാൻ പറഞ്ഞ പോലെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മൂവി കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. അതുൽ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അതുൽ സുരേഷ്. ഞാനൊരു മോഡലായിരുന്നു. മോഡലിംഗ് വഴിയാണ് ഇപ്പോൾ ആക്ടിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. എന്നെ ആദ്യമായിട്ട് സിനിമയിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ ഡയറക്ടർ ബാബു സാർ തന്നെയാണ്. ബാബു സാറിൻ്റെ നേർച്ചപ്പെട്ടി എന്ന സിനിമയിൽ ഒരു ലീഡിങ് റോളിലാണ് ഞാൻ വന്നത്. ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ്. അപ്പം എന്താ പറയുക, ഇത് ഒരുപാട് പേരുടെ പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ്. ഇതൊരു പലപ്പോഴും പറയുന്നുണ്ട് ഇതൊരു ചെറിയ ബഡ്ജറ്റ് പടമാണ്. ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പോലും ഇതിൽ ആക്ടിങ് വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ട് ഇതൊരു പടമാണ്. ആക്ടേഴ്സിൻ്റെ ഒരു ബഡ്ജറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ളൊരു കോംപ്രമൈസ് ഈ പടത്തിൽ വരുത്തിയിട്ടില്ല. ഇത് വലിയൊരു പടമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്ത് സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവാത്ത ഒരു സിനിമയായിരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളും കൂടെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ശ്രീഷ്മ. ഒരുപാട് സന്തോഷം. ഇങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് കാണാൻ പറ്റിയതിലും ഇതിലെ ഒരു ഭാഗമാകാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ബാബു സാറ്, ആസാദ് ഖാൻ, പ്രസീ സർ, ഇതുപോലെയുള്ള വ്യക്തികളുടെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കണം ഇത്. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് ഈ ഫിലിം വൻ വിജയമാക്കി തീർക്കാൻ സപ്പോർട്ട് മീ. ഓക്കെ, താങ്ക് യു. യെസ്. ഹലോ, താങ്ക് യു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്ത് പറയണം തന്നെ ഞാൻ ഐസായി നിൽക്കുക. കാരണം ഈ ഒരു രീതിയിലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാം പറഞ്ഞതുപോലെ ഈ മൂവി എല്ലാവരും കണ്ട്
സപ്പോർട്ട് ചെയ്ത് വൻ വിജയമാക്കി തരണം തന്നെയാണ്. ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പേരുടെ ഏറെ നാളത്തെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കഷ്ടപ്പാടിലൂടെ വന്ന ഒരു പ്രോഡക്റ്റാണ്. തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മീഡിയാസിനോട് ഞാൻ പറയുന്നത്, എന്നെ വിട്ട് കളഞ്ഞാലും അഖിൽമാരാറെ ആരും விட்டு കളഞ്ഞില്ല. தேங்க் யூ ஸோ மச். ஸோ வந்தவங்க எல்லாருக்கும் தேங்க்ஸ். ஸோ தமிழில் பேசுகிற மலையாளம் அவ்வளோ தெரியாது. ஸோ இந்த படம் ஸ்டார்டிங்கில் வந்து அசாத் தான் கூப்பிட்டது. ஸோ ஸ்டண்ட்டு அக்கிலுக்கு என்ன மாதிரி பண்ணுவாங்க என்னன்னு தெரில. ஸோ மேக்ஸிமம் இருக்கிற டைமில் ரொம்ப கஷ்டப்பட்டு பண்ணாப்புல. ஸோ நாங்களும் எதிர்பார்க்கல இந்த அளவுக்கு சீக்கிரம் கேட்சப் பண்ணுவாங்கன்னு. ஸோ தேங்க்யூ, ஆல் தி பெஸ்ட். ஸோ நெக்ஸ்ட்டு இதில் பேசணுன்னா டிஓபி எல்டோ எங்கே இருக்காது. ஷார்ட் டைமில் எவ்வளோ சீக்கிரம் ஷார்ட் வைக்க முடியுமோ அவ்வளோ சீக்கிரம். ஒரு டேக்கு வந்து 30 ஷார்ட்ஸ் பிளான் பண்ணால் அவர் 60 ஷார்ட்ஸ் எடுத்து கொடுப்பாரு. ஸோ அந்த அளவுக்கு ஸ்பீடான ஆள். ஸோ டேரக்டர் கதையை எந்த அளவுக்கு சொல்லணுமோ அவ்வளோ சொல்லி என்னை ப்ரிப்பேர் பண்ணாது. ஸோ ஒர்க் பண்ணவங்க எல்லாருக்கும் தேங்க்ஸ். அப்புறம் லாஸ்ட்டாக இங்கே லக்ஷ்மி பிரியா லாஸ்ட்டாக ரொம்ப கஷ்டப்பட்டு சாரி. ஸோ படம் நல்லா வந்ததுக்கு எல்லா தேட்டரும் நல்லா பார்த்து நீங்கள் தான் அடுத்த லெவலுக்கு கூப்பிட்டு போகணும். தேங்க்யூ. So something about அகிலேட்னு குறித்து ஏதாவது அதை பற்றி தான் ஃபஸ்ட்டு பேசினேன். தமிழில் பேசணும்னு உங்களுக்கு தெரியலன்னு நினைக்கிறேன். தெரியுதா? அந்த ஸ்டண்டை பற்றி தான். எஸ், ஃபைட் எப்படி இருந்தது? ஃபைட் நல்லா பண்ணது, எஃபெக்ட் போட்டது. இதில் என்ன விஷயம்னா, ரிகர்சல் பண்ணுறது ட்ரைனிங் பண்ணுற டைம் இல்லை, ஷார்ட் டைமில் நாங்கள் பண்ண ஃபைட் இது. ஸோ அந்த டைமுக்கு அவ்வளோ எஃபெக்ட் போட்டு பண்ணதுக்கு பெரிய விஷயம். ஸோ சின்ன கேப்பு கூட இருக்காது. வாங்க 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 கீழே விழுவாங்க, ஏன் சின்ன பதலவா. ஸோ எப்படி ஒர்க் பண்ணது தான் ഇത്. ആക്ച്വലി 3 ഫൈറ്റ് ഇല്ല, അത് 3 ദിവസം എടുത്തത്. അപ്പം അത്രയും ഒരുപാട് ലെങ്തുള്ള ഫൈറ്റാണ്. മാത്രമല്ല ഒരു ഗോഡൗണിനുള്ളിലൊരു ഫുൾ ഫൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സ്ട്രെയിനാണ്. പക്ഷേ അത് മാസ്റ്റർക്ക് ഭയങ്കര ഐഡിയ ആണ്. അതാണ് മാസ്റ്റർ ഏറ്റവും വലിയ ക്വാളിറ്റി. ആ ഒരു സമയത്ത് ഞാനാണ് എൻ്റെ ജീവിതത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തൊരു ഫൈറ്റ് കണ്ടിട്ട് പോലുമില്ല. ഇതെന്താ പരിപാടി ഇത്. പക്ഷെ എന്തായാലും താങ്ക് യു മാസ്റ്റർ, നന്നായി വന്നിരിക്കും. താങ്ക് യു സർ. ആൻഡ് നമ്മുടെ മറ്റൊരു ഹീറോ അഭിഷേക് ശ്രീകുമാർ. യെസ്, പുറകിലോ നിൽക്കുന്നുണ്ടല്ലോ. യാ, പ്ലീസ് വെൽക്കം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നന്ദി പറയേണ്ടത് എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ആൾക്കാർക്കാണ്. ഒന്ന് നമ്മുടെ ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ, അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഇവരെല്ലാവരും നമ്മളുടെ ഒരു വിശ്വാസമാണ് എനിക്ക് തന്നിരുന്നത്. ആ വിശ്വാസം ഞാൻ പുലർത്തി. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് സ്റ്റണ്ടൊക്കെ ചെയ്താണെങ്കിലും കലൈ സാറാണെങ്കിലും നമ്മുടെ അടുത്തൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ കലൈ സാർ ചെയ്തു തന്നു. പിന്നെ ഡയറക്ടർ സാറാണെങ്കിലും ബാബു സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാർ ഒരു പാമ്പിടിച്ച മനുഷ്യനാണ്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു അടുത്ത് വന്നിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സൗമ്യമായിട്ടൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ശരിയാക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട അഖിലേട്ടനാണ്. അഖിലേട്ടൻ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ജോയിൻ ചെയ്തതാണ്. ജോയിൻ ചെയ്തപ്പോട്ട് നമ്മളോട് കട്ടയ്ക്ക് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകുന്നുണ്ട്. എന്ത് കാര്യം ഇപ്പം നമ്മളിപ്പം ഫൈറ്റ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും അഖിലേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നമുക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന്, പിന്നെ അല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോഴേ നമ്മളോട് കഥകളൊക്കെ പറഞ്ഞ് ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ എൻ്റർടൈനൊക്കെ ചെയ്ത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു കുറേ നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ പ്രസിദ്ധേട്ടനൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പോലും ഇത് നിന്ന് പോകാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച വ്യക്തികളാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളർ ആസ്വാദിക്കുക എല്ലാവരും. അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ പറയാൻ വിട്ടുപോകാതിരിക്കുക നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരെല്ലാവരും കട്ടയ്ക്ക് കൂടുന്നത്. ഇപ്പോൾ ബ്ലസൻ ആണെങ്കിലും കൃഷ്ണമുരളി ആണെങ്കിലും വിജേഷ്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരെല്ലാവരും ഇതൊരു കൂട്ടായ്മയാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. കുറച്ച് പേരെ മാത്രം മെൻഷൻ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിനകത്ത് ആദ്യമായിട്ട് എന്നെ സജസ്റ്റ് ചെയ്ത ബാബു സാറിൻ്റെ ബ്രദർ സാബു ചേട്ടനോടൊരു നന്ദി. അപ്പം അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അപ്പം ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. സിനിമയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അതിനുശേഷം പറയാനുള്ളത്, ഈ സിനിമയിലേക്ക് എന്നെ നിയോഗിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തി യഥാർത്ഥത്തിൽ ആസാദിക്കയിലൂടെയാണ് വരുന്നത്. ഡയറക്ടറിനെ മുമ്പ് വിളിച്ചിരുന്നെങ്കിലും ഞാൻ അന്ന് ജർമ്മനിയിലായിരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞതാണ്. എന്നെ ഇങ്ങനെ പല പടങ്ങൾക്ക് മുമ്പ് പലരും സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്ത് ഞാനന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നീട് ആസാദിക്ക ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണേ അത്. അതെന്തോ ആസാദിക്കയിലൂടെ എനിക്ക് തോന്നി ഇങ്ങനൊരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം, ഞാനത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടൊന്ന് അഭിനയിപ്പിച്ച ഒരാളാണ്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പിന്നീട് ഇന്ന് ഇപ്പോൾ ഇവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പ്രസിദ്ധേട്ടൻ, ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ, മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളൻകൊല്ലി. ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളൻകൊല്ലി.
വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റുപോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ്. എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുള്ളൻകൊല്ലിയുടെ എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാര്യം ഇതിന് എത്രത്തോളം പൈസ ചിലവാക്കണമെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. കാര്യം 100% സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും, പ്രത്യേകിച്ച് ക്യാമറമാൻ എൽബിനോട് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത്. പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ്. അപ്പം എൽബൻ എനിക്കൊരു പേര് വിട്ടു, സിംഗിൾ ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും സിനിമ നന്നായി വന്നതിൽ സന്തോഷം. അപ്പോൾ അഭിനയിച്ചവർക്ക് എല്ലാവർക്കും 1000 നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ആയിരിക്കും. അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം എനിക്ക് ഈ അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്വരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് മാത്രമാണ് കുറച്ച് പേർക്ക് എന്നോടുള്ള വിരോധം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണേണ്ട, എൻ്റെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ്. അവർക്ക് തീർത്ത നന്ദി അറിയിക്കുകയാണ്. തിരക്കിനിടയിൽ അവർ ഓടിയെത്തി. അതുകൊണ്ട് ഹെബിചേട്ടനും ചണ്ടിച്ചേട്ടനും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരുപാട് പേരെ വിളിച്ചു, പക്ഷേ പലരും പലവിധ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വരും, പലരും പല ഷൂട്ടിലും മറ്റുമൊക്കെയാണ്. അപ്പം ഞാൻ വിളിച്ച് എന്നെ സ്നേഹം അറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട്, ഗുരു കാരണവന്മാരുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ലിസ്റ്റും ചേട്ടനും പ്രത്യേക നന്ദി. അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള, രഞ്ജൻ, ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, സിനിമയിൽ എൻ്റെ ഭാഗമാണ്. കാരണം ഒരു 6-7 വർഷക്കാലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്നത്. അഭിലാഷ് തൻ്റെ സ്വപ്നങ്ങളുമായി, ഞാൻ അന്ന് 2018 എഴുതിയ ഒരു ഫേസ്ബുക്ക് റൈറ്റപ്സ് ഉണ്ട്, അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു. ഈ അടുത്തിടെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരവധി പ്രോജക്റ്റുകൾ ഓണാക്കിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാർ ഒരു അത്ഭുതമാണ് രഞ്ജൻ. കാര്യം 1 വർഷം 2 വർഷം എടുത്താൽ പോലും അഭിലാഷ്, കാര്യം 2 വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കിടയിൽ 2 ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് 1000 സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 1000 സ്നേഹം. ബിഗ് ബോസിൽ എന്നെ ഒപ്പം മത്സരിച്ചവർ സെറീന, അതുപോലെ ശോഭ വന്നിട്ടുണ്ട്, ബിഗ് ബോസിലെ സീസൺ 5 മറ്റുള്ളവർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ജാൻമണി ഒക്കെ ഞാൻ കാണുന്ന എല്ലാവർക്കും, വിഷ്ണു അതുപോലെ CCFലെ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ഷിജിചേട്ടൻ, ഇനി വിട്ടുപോയി, ഇനിയിപ്പോൾ ചീത്തോട് കേൾക്കണം എല്ലാവരും. ഇനി ആരും പേര് ഞാൻ പറയുന്നില്ല, സച്ചിൻ ബേബി ഉൾപ്പെടെ, കേരള രഞ്ജി ക്യാപ്റ്റൻ സച്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 1000 സ്നേഹം അറിയിക്കുകയാണ്. പേര് വിട്ടുപോയവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ്. സിനിമ പരമാവധി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. അപ്പോൾ രതീഷ് ഉൾപ്പെടെ എല്ലാവരും പിന്നെ പേരുള്ള ഓക്കെ. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി. താങ്ക് യു.